നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിന് രാവിലെയെന്നോ ഉച്ചയെന്നോ വൈകുന്നേരമെന്നോ ഉള്ള വ്യത്യാസമില്ല. രാവിലെ ഞാൻ നിലമ്പൂരിൽ നിൽക്കുമ്പോൾ തന്നെ UDF പ്രവർത്തകരുടെ ഒരു വലിയ കോൺവോയ്, സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനുള്ള പ്രവർത്തകരുടെ കൂട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ ഫുൾ സ്വിങ്ങിലാണ് നിലമ്പൂർ. ഇനി വിധിയെഴുത്ത് എന്നുള്ള കാര്യം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്താണ് നിലമ്പൂർ ചിന്തിക്കുന്നത് എന്ന ഒരു അവസാനവട്ട ഓട്ടപ്രദക്ഷിണത്തിലേക്കാണ് പ്രേക്ഷകരെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ യാത്രയിൽ സ്ഥാനാർത്ഥിമാരുണ്ടാവും, നേതാക്കളുണ്ടാവും, ജനങ്ങളുണ്ടാവും. നോക്കാം നമുക്ക്. ചരിത്രത്താളുകളിൽ ഇടം നേടിയ പ്രവർത്തനങ്ങൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹന ജാഥയുടെ സമാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോ താങ്കളുടെ പ്രചരണ യോഗങ്ങളിലൊക്കെ ആളുകളെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ച് സ്കൂളിൽ പഠിച്ച കാര്യവും പഴയ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത് താങ്കളെ സംബന്ധിച്ച് എല്ലാവരും പരിചിതർ എന്നുള്ളതാണോ? ഞാൻ ഇവിടെ എൻ്റെ യോഗത്തിൽ എന്നെ സ്വീകരിക്കാൻ വരുന്ന ആളുകൾ നേരിട്ട് പരിചയമുള്ള ആളുകളാണ് എല്ലാവരും. മാത്രമല്ല, ഞാൻ ബാല്യം മുതലേ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കഴിഞ്ഞ കുറേ 40 വർഷമായിട്ട് വരുന്ന കുറെ ആളുകൾ അവിടെ പേരെടുത്തറിയാവുന്ന ആളുകളാണ്. എല്ലാവരും പേരെടുത്തറിയാവുന്ന ആളുകളാണ്. അപ്പൊ ഈ പ്രചാരണ പോസ്റ്ററും ബാനറും ഒക്കെ കാണുമ്പോൾ ആര്യാടൻ എന്നുള്ളത് വലിയ അക്ഷരത്തിലാണ് കാണുന്നത്, ഷൗക്കത്ത് എന്നുള്ളത് ചെറുതും. ആര്യാടന്റെ ലെഗസി എന്നുള്ളതാണോ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം? അല്ല, എന്റെ പിതാവിന്റെ ഒരു ലെഗസി ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കൂടി ആളുകൾ പരിഗണിക്കും. അല്ലാതെ ഒരിക്കലും ഒരു പൈതൃകത്തിന്റെ പേരിൽ മാത്രം നമുക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. സാമുദായിക കക്ഷികളുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, വെൽഫെയർ പാർട്ടി പിന്തുണ, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുമോ? ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ 2019 പിന്തുണ തന്നു രാഹുൽ ഗാന്ധിക്ക്. 2024 രാഹുൽ ഗാന്ധിക്ക് പിന്തുണ തന്നു. തെരഞ്ഞെടുപ്പിലും പിന്തുണയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിനും പിന്തുണ. അന്നൊന്നും ഇല്ലാത്തൊരു ചർച്ച എന്താ ഇപ്പം? കാരണം അത് ഇവിടെ പിന്നെ CPM-ന് പിന്തുണ ജമാഅത്തെ ഇസ്ലാമി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. CPM-ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുക്കുമ്പോൾ അതൊരു മതേതര ഒരു കൂട്ടായ്മ. UDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ അവർ ഭീകരവാദികളാവുക. അതൊരു പക്ഷേ ഇപ്പൊ താങ്കൾ ഒരു വോക്കൽ ക്രിട്ടിക് ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടേത് എന്നതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടുകൾ എടുക്കുന്നത് അവർ കുറെ കാര്യങ്ങൾ ആലോചിച്ച് പിടിച്ചിട്ടാണ്. പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മുൻകാലങ്ങളിൽ സോഷ്യൽ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങളൊന്നും പ്രസക്തമല്ല, അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മാറി എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അഭിപ്രായങ്ങൾ പല കാര്യത്തിലും വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാന ഭീഷണി എന്ത് എന്ന തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അതനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കും. ഈ സാംസ്കാരിക പ്രവർത്തകരിലെ ഒരു വിഭാഗം സ്വരാജിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയതിൽ വിഷമമുണ്ടോ? കാരണം താങ്കളും സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ സ്വരാജ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്. ആ ആശയത്തോട് താല്പര്യമുള്ള സാംസ്കാരിക പ്രവർത്തകർ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിപ്പോ ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.
നിലമ്പൂരിനെ സാംസ്കാരികമായി കലാപരമായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞ കാലത്ത് ഞാൻ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്ത് ചെയ്തു, ഒന്ന് വിലയിരുത്തിയാൽ മതി. ഓൾ ദ ബെസ്റ്റ്. LDF-നെ സംബന്ധിച്ച് LDF-ന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതിപ്പോ മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പന്തലിനപ്പുറത്തേക്ക് കവിഞ്ഞ ആളുകൾ, തെരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന മണിക്കൂറുകളിൽ അത്രയും ആവേശകരമാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് ഒടുവിൽ എം സ്വരാജിനെ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, കാരണം അവസാന മണിക്കൂറുകളാണ്. സ്വരാജ്, നമ്മളിപ്പോൾ ഇതൊരു 2020 മത്സരമാണെങ്കിൽ അവസാനത്തെ ഓവറുകളിലെത്തി. ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് എന്താണ്? ഞങ്ങളുടെ പ്രതീക്ഷയിൽ കവിഞ്ഞുള്ള പിന്തുണയും ഐക്യദാർഢ്യവും പങ്കാളിത്തവുമാണ് എല്ലായിടത്തും. ഇത് ഇടതുമുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ്, ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും. സാംസ്കാരിക നായകരിൽ ചിലർ, ഇപ്പോൾ KGS അടക്കമുള്ള ആളുകൾ, ആശാ വർക്കർമാരുടെ സമരത്തോടക്കം നീതി കാണിക്കാത്ത ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ സ്വരാജിനെതിരെ വോട്ട് ചെയ്യണം എന്ന ആഹ്വാനം നൽകിയിട്ടുണ്ട് ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ. അപ്പോൾ അത്തരം ഗവൺമെന്റിന്റെ ഒരു തരത്തിലുള്ള ജനഹിത പരിശോധന നടക്കുമ്പോൾ അത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയുണ്ടോ? അതൊരു ജനഹിത പരിശോധനയായി കാണുന്നുണ്ടോ? നിങ്ങളിവിടെ പരാമർശിച്ച ചിലർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ടെന്നേ. അതിനുള്ള ജനാധിപത്യപരമായ അവകാശം, സ്വാതന്ത്ര്യം അവർക്കുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയിൽ ഒരു ചലച്ചിത്ര നടൻ പങ്കെടുത്തു. അതിൻ്റെ ദൃശ്യം ഞാൻ കണ്ടു. ഞങ്ങൾക്കൊരു അസ്വസ്ഥതയും തോന്നിയിട്ടില്ല. അതൊരു നിലപാടാണ്, അത് അവരുടെ അഭിപ്രായമാണ്. ആ നിലപാടിനെ നാം ജനാധിപത്യ അടിസ്ഥാനത്തിൽ മാനിക്കുകയും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പാപ്പരത്വത്തെ തുറന്നു കാണിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ അവരെ തെറി വിളിച്ച് അധിക്ഷേപിച്ച് അശ്ലീലം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാൻ നോക്കും. പക്ഷേ KGS-നും ജോയ് മാത്യുവിനും കൽപ്പറ്റ നാരായണ മാഷ്ക്കും ഭയപ്പെടേണ്ടി വരില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് ഞങ്ങൾ മാനിക്കുകയും ആ അഭിപ്രായം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ഒരു വിഷയം കൂടെ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അതിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനം ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുന്നു, സ്വാഭാവികമായും രാഷ്ട്രീയമായി LDF വിമർശിക്കും. എന്ന് മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് ഇടതുപക്ഷത്തിന് എതിർപ്പുണ്ട്. അതെല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വിമർശനം ഇസ്ലാമോഫോബിക്കായി മാറുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വക്കീൽ നോട്ടീസ് അയച്ചാലൊക്കെ അതിന് മറുപടി കൊടുക്കും, വക്കീൽ നോട്ടീസിന് മറുപടി കൊടുക്കും. നിയമ നടപടി സ്വീകരിക്കാൻ ആർക്കും അവകാശമുണ്ട്. അതിൽ അവരുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു, അത്രയേ ഉള്ളൂ. ആർക്കും നിയമ നടപടികൾ സ്വീകരിക്കാം, അതൊക്കെ വ്യവസ്ഥാപിതമാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. അത് തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്താണെന്നുള്ളത് നോക്കാം. ജമാഅത്തെ ഇസ്ലാമി തുറന്നു കാണിക്കപ്പെടണം, എല്ലാവരും തുറന്നു കാണിക്കപ്പെടണം എന്ന്. ജനാധിപത്യവും മതനിരപേക്ഷതയും അംഗീകരിക്കാത്ത മതരാഷ്ട്രവാദികളാണവർ. അവർ ഒന്നാം തരം വർഗീയ ഭീകരവാദികളാണ്. അതവരുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവർ ജനാധിപത്യ ശക്തികളുമായി ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണിയിലേക്ക് കടന്നു വരുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാവിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇപ്പം ഇവിടെ പിന്തുണ കൊടുത്തതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ജനങ്ങൾ മെറിറ്റിൽ വിധിയെഴുതും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയത് PV അൻവറിന്റെ രാജിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അപ്രവചനീയമാക്കുന്നതും PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഇപ്പോൾ നിലമ്പൂരിൽ
PV അൻവർ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ് ഞാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ കാണാം. നമസ്കാരം. എന്തായി ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? ഇപ്പോ അവസാനത്തെ മണിക്കൂറുകളാണല്ലോ, കഴിയാൻ പോവാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്കൊരു വെടിയും പോകുകയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തീരുമ്പോൾ എന്താണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ എന്താണ്? 23-ാം തീയതി കൃത്യമായി അറിയല്ലോ. 19-ാം തീയതി പിണറായി സത്തിന്റെ അവസാനത്തെ ആണി ഇവിടെ അടിക്കപ്പെടും. ഞാൻ രാജിവെച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഇടതുപക്ഷത്തിന് അവരുടെ സംഘടനാ വോട്ടുകൾ ഉണ്ടെങ്കിൽ ജയിച്ചു പോയിക്കൂടെ? അപ്പൊ താങ്കൾ എന്തിനാണോ രാജിവെച്ചത്, എന്ത് പോരാട്ടമാണോ നടത്തിയത്, അതവിടെ പരാജയം നേരിടില്ലേ? അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും ഇല്ല. അത് നിങ്ങളെ തെറ്റായ ധാരണയാണ്. പിണറായി സത്തിനെതിരെ യുദ്ധം നയിക്കുന്നവൻ പിണറായി സത്തിനെതിരായിരിക്കണം. LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഡിറ്റോ പിണറായി ആയിട്ട് തന്നെയാണ്. പിണറായിക്ക് വേണ്ടിയിട്ട് രാജ്യം മുഴുവൻ പിണറായി പ്രഭാഷണം ചെയ്യുന്നവനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ല, ആയിക്കട്ടെ, അതേപോലെ തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന സ്ഥാനാർത്ഥി. യുദ്ധം നയിക്കുന്ന ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ, യുദ്ധം നയിക്കുന്ന കമാൻഡർ പാകിസ്ഥാനോടാണ് താല്പര്യമെങ്കിൽ ആ യുദ്ധത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അത് തന്നെയാണ് ഷൗക്കത്ത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ UDFനാണ്. അവർ ആര്യാടൻ ഷൗക്കത്തിനെ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന സമസ്തയിൽ പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളില്ല. മുൻപ് ഉണ്ടാകുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് സാമൂഹ്യ ഗ്രൂപ്പുകളുടെ പിന്തുണ UDF സമാഹരിച്ചിട്ടില്ലേ? അതിനെ എങ്ങനെ കാണാം? അതൊന്നും ഇവിടെ ജനങ്ങളും പിണറായിസവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇപ്പോൾ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അവഗണിക്കാൻ കഴിയില്ല PV അൻവറിനെ എന്ന് UDFനും ബോധ്യമാവുന്ന ദിവസമായിരിക്കുമോ 23? ഒരിക്കലുമല്ല. അത് ജനങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. പൊതുജനം കഴുതയാണ്. പാർട്ടി പ്രവർത്തകർ ഏത് പാർട്ടിയായാലും അവർ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് അടിമകളെപ്പോലെ അനുസരിക്കും എന്ന ഒരു ധാരണ വെച്ച് നടക്കുന്ന എല്ലാ പാർട്ടിയിലെ ലീഡർഷിപ്പിനും ഉള്ള ഒരു തിരിച്ചടിയായി അവർക്ക് എന്താ പറയുക, വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന് എന്താ പറയുക, ഒരു നേർരേഖ വരക്കും നിലമ്പൂരിലെ ജനങ്ങൾ. 23-ാം തീയതി VD സതീശൻ പശ്ചാത്തപിക്കുമോ? അല്ല, അദ്ദേഹം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം ഉള്ളിടത്തോളം കാലം UDFിലേക്ക് ഞാൻ പോവില്ല. പിണറായി സത്തിനെതിരെ അതിശക്തമായ നിലപാട് വാക്കുകൊണ്ടല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എടുക്കാനുള്ള ശേഷിയുള്ളവൻ വേണം UDFനെ നയിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമ്പോൾ പിണറായി സത്തിന്റെ യഥാർത്ഥ പോരാട്ടം ഇവിടെ നടക്കില്ല. അതിനെല്ലാം ഒറ്റയ്ക്ക് പോരാടില്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. ഉഷാറാവട്ടെ. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പോ ചുങ്കത്തറയിലാണ്. BJP സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി കടന്നെത്തിയ ശ്രീ മോഹൻ ജോർജ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടവേളയിൽ, ഉച്ച സമയത്തെ ഇടവേളയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ മോഹൻ ജോർജിന്റെ വീട്ടിലാണ്. മോഹൻ ജോർജ്, നമസ്കാരം. അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥിത്വം. അതും ഇപ്പോൾ താങ്കൾ രാഷ്ട്രീയ രംഗത്ത് പല കാലഘട്ടങ്ങളിൽ ഉണ്ടായെങ്കിലും താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് ഒരു പക്ഷേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അന്ന് വരെ വിചാരിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ തീരെയാണ്. ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്? വളരെ അഭിമാനം തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചത്. ഇപ്പോൾ പഴയ കേരള കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നാണ് BJPയിലേക്ക് വരുന്നത്. അപ്പോൾ പഴയ കേരള കോൺഗ്രസ്സുകാരോ ഇപ്പോഴുള്ള കേരള കോൺഗ്രസ്സുകാരോ ഒക്കെ ഒരു സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ബലാബലം? പിന്നെ പല നേതാക്കന്മാരും തെക്കൊന്ന് വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയും കണ്ടിട്ടുണ്ട്. പഴയകാല സഹപ്രവർത്തകർ ഒരുപാട് പേര് വരുന്നുണ്ട്. അവരൊക്കെ പിന്നെ ഞാൻ ഈ പ്രചരണ സ്ഥലത്തൊക്കെ പല സ്ഥലത്തും ഞാൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി BJPയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം പല ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും സാധ്യമായില്ല. ഇലക്ഷൻ കണക്കുകൾ നോക്കിയാൽ ഇവിടെ അത് സാധ്യമാവാൻ സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടുതൽ ആൾക്കാർ കേരള കോൺഗ്രസ് ഒക്കെ ഒരു കാലഹരണപ്പെട്ടത് എന്ന് തോന്നുന്ന പലർക്കും ഉണ്ട്. പല പാർട്ടികളും കാലഹരണപ്പെട്ട് പോവുകയാണ്. BJP ഒരു പുതിയ BJP വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വരും. താങ്കൾ സാമുദായിക പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ചുങ്കത്തറ മാർത്തോമ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ സാമുദായികമായ പിന്തുണ താങ്കൾ അവകാശപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ YMCയുടെ പ്രസിഡന്റായിട്ട് 7 വർഷം പ്രവർത്തിച്ചിരുന്നു. ഞാൻ YMCയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുമ്പം അതുപോലെ ഇപ്പോഴും ഞാൻ YMCയുടെ സജീവ നേതാവ്. ഞങ്ങളുടെ വളരെ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നാനാജാതി മതസ്ഥർക്ക് ഞങ്ങൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ ഭാഗത്തും സ്വീകാര്യതയുണ്ട്. പിന്നെ ഇലക്ഷൻ റിസൾട്ട് വരും 23-ാം തീയതി. ഇലക്ഷൻ റിസൾട്ട് എന്തായാലും തുടർന്ന് അങ്ങോട്ടും BJPക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം, അല്ലേ? തീർച്ചയായിട്ടും. സജീവ രാഷ്ട്രീയത്തിൽ തുടരും. ഇനി BJP ആണ് എൻ്റെ പാർട്ടി. ഇനി അങ്ങോട്ട് BJP ആണ്. ഇനി എന്തായാലും BJP ആണ്. BJPക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു. ആയിരം ആളുകളാണ്
തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. KPCC അധ്യക്ഷൻ തിരക്കിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അദ്ദേഹവും. ശ്രീ സണ്ണി ജോസഫ്, താങ്കളുടെ KPCC അധ്യക്ഷ പദം പ്രഖ്യാപിച്ചതൊരു യുദ്ധത്തിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ വേറൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു പേഴ്സണൽ ഫൈറ്റായിട്ട് കൂടി കാണുന്നുണ്ടോ? നല്ലൊരു അവസരം തന്നെയാണ് ഞങ്ങളുടെ ടീമിന് കിട്ടിയിട്ടുള്ളത്. അതിനുള്ള കളങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. 2026 എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ. അപ്പോൾ ആ കാര്യത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ടോ, അതോ ഇത് കാര്യമാക്കണ്ട യഥാർത്ഥത്തിലുള്ള യുദ്ധം 2026 അങ്ങനെയുണ്ടോ? ഇല്ല, ഇത് തന്നെ ഒരു സെമി ഫൈനൽ. ചിലരിതിനെ ക്വാർട്ടർ ഫൈനൽ എന്ന് വിളിക്കും. സെമി ഫൈനൽ ജയിച്ചാലേ ഫൈനൽ ജയിക്കൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. സെമി ഫൈനലിൽ ഞങ്ങളുടെ വിജയം ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും. UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ഒറ്റക്കെട്ടാണ്. എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രചരണ പ്രവർത്തന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തുന്ന അതേ വിമർശനം നിശ്ചിതമായി ആര്യാടൻ ഷൗക്കത്ത് 2016 ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു കൃത്യമായ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് ഇല്ലാതെ വരുന്നുണ്ടോ? UDFനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് CPMന് ഇത്ര വെപ്രാളം എന്താണ്, ഇത്ര വേവലാതി എന്താണ്? അതൊന്നും ജനങ്ങൾ അതിനെയൊന്നും മോവലക്കെടുക്കില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം UDF ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത. അതിവിടുത്തെ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് UDF സംസാരിക്കുന്നത്. വിലക്കയറ്റം, വന്യമൃഗശല്യം, രൂക്ഷമായ തൊഴിലില്ലായ്മ, ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് പൂർണ്ണമായിട്ടും അവഗണിച്ചത്, അവരെ അവഹേളിച്ചത്, ഇതെല്ലാം തന്നെയാണ് ക്രമസമാധാന രംഗത്തെ തകർച്ച, ലഹരി വ്യാപനം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതി. ഇതൊക്കെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അൻവർ വോട്ട് പുലർത്തുമെന്ന ആശങ്കയുണ്ടോ? ഇല്ലില്ല, തെല്ലുമില്ല. കാരണം ആ വോട്ടിന്റെ വില ആളുകൾക്കറിയാം. ഈ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ കോൺഫിഡന്റ് ആണ് KPCC പ്രസിഡന്റ്. ഓൾ ദ ബെസ്റ്റ്. ഫുള്ളി കോൺഫിഡന്റ്. കുറച്ചൊന്ന് തോർന്നു നിൽക്കുന്ന സമയമാണ്. നമുക്ക് നിലമ്പൂരിലെ ഉൾനാടുകളിൽ ഒന്ന് കറങ്ങി വരാം എന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമസ്കാരം. ഇലക്ഷന്റെ ഒരു ചൂടിലൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല കട്ടക്ക് മത്സരമല്ല ഇവിടെ നടക്കണേ. ആര് ജയിക്കും? ഇവിടെ സ്വരാജ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. സ്വരാജ് ജയിക്കുള്ളൂ. സ്വരാജ് എവിടെയും കളിക്കും. നെയ്മറും പിന്നെ എന്താ പറയാ, നമ്മളെ മെസ്സി പോലെ ഗ്രൗണ്ട് ഇട്ടാൽ മതി, എവിടെയും കളിക്കും. പടവറം പാലത്തിന്റെ അപ്പുറം കേരളമുണ്ട്, പോയിട്ട് കളിക്കാൻ പറയും. ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ ഗ്രൗണ്ട് ഉണ്ടല്ലോ. എല്ലാവർക്കും സ്വരാജ് ജയിക്കുന്നതാണ് അഭിപ്രായം. വേറെ അഭിപ്രായമുള്ള ആൾക്കാരൊന്നും ഇല്ല. ആരാണ് ചൗക്കത്ത് ജയിക്കും? പുഷ്പം പോലെ ജയിക്കും, പൂ പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. മുനിസിപ്പാലിറ്റിയിൽ കൂടി വോട്ടിട്ടില്ല. അതുപോലെ കാഴ്ചപ്പാടാണ്, കിട്ടൂലെന്ന്. അതുപോലെ മോഹമാണ്, വ്യാമോഹമാണ്. അതുപോലെ അത് നടക്കൂല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതന്നെ നോക്കിയാൽ. കഴിഞ്ഞ പ്രാവശ്യമേ അൻവറാണ് മത്സരിച്ചത്. അൻവർ തവണ വേറെ മത്സരിക്കുക. അത് കുഴപ്പമില്ല. ഞങ്ങൾ പാർട്ടി നല്ല സപ്പോർട്ട് കൊടുത്തിട്ടാണ് അൻവർ ജയിച്ചത്. അല്ലാതെ അൻവറിന് സ്വന്തമായിട്ട് വോട്ടില്ല. സ്വന്തമായിട്ടുണ്ട്. ഇവിടെ 3500 വോട്ടുണ്ട്. ആ 3500 വോട്ടും കൊണ്ട് അൻവർ ഇവിടെ വന്ന് ബാക്കി പാർട്ടിന്റെ വോട്ട് ഉണ്ടാക്കി കൊടുത്താ. അല്ല, അൻവറിന് ഫാൻസ് ഒന്നുമില്ല. അതാണ്. അൻവർ ഒരു 30,000 വോട്ടേലും ഇവിടെ പിടിക്കും. പിന്നെ രണ്ടാം സ്ഥാനത്തേക്ക് ഇവിടെ അൻവർ വരുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. രാഷ്ട്രീയം ഒരു തരത്തിലൊരു ലോട്ടറി ആണല്ലോ. ആർക്കായിരിക്കും ഭാഗ്യം? ബാപ്പുട്ടിക്ക് തന്നെയാണ്. ബാബുട്ടിക്കാണ് ഭാഗ്യം. അത്രേ ഉള്ളൂ. എന്താ തെരഞ്ഞെടുപ്പിന്റെ വർത്താനം? ഷോക്ക് ഷുവറല്ലേ? ആ നിൽക്കുന്ന ഫുള്ള് പാർട്ടിക്കാരാ. പോലെ ഇങ്ങനെ ഷോക്ക് കഴിക്കുന്നു പറയാം. ഇതിപ്പോ ചുങ്കത്തറ അങ്ങാടിയാണ്. കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. ആളുകൾ കൂടുതലായിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കി നോക്കാം. മത്സ്യക്കടയാണ് അല്ല. ഇടയ്ക്ക് മീൻ വാങ്ങുന്ന ആളുകൾ കുറച്ചിരുന്നു. മറ്റേ കണ്ടെയ്നർ അപകടത്തെ തുടർന്ന് നോക്കി കേട്ടിരുന്നു. അതൊക്കെ മാറി. ആൾക്കാർ മീൻ വാങ്ങുന്നുണ്ടോ? എന്താ ഇലക്ഷന്റെ വർത്താനൊക്കെ എന്താ? നമസ്കാരം. എന്തുണ്ട് ഇലക്ഷന്റെ ഒക്കെ വർത്താനം? ആർക്കാ ഇവിടെ ഒരു മുൻതൂക്കം? അൻവറിനെ കാണുന്നുണ്ട്. അൻവറിനാണ് വോട്ട് ചെയ്യാ? കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അൻവർ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു. കുറെ അൻവറിനെ ഇഷ്ടമാണ്. ഓ തീർച്ചയായിട്ടും. അപ്പൊ അൻവറിനായിരിക്കും ഇത്തവണ വോട്ടെന്ന് ഞാൻ വിചാരിക്കാം. വോട്ട് അങ്ങനെ ആർക്ക് കൊടുക്കുന്നു എന്ന് ചോദിക്കാൻ പാടില്ല. എന്നാലും തീർച്ചയായിട്ടും അൻവറിനും ഉണ്ട് ഫാൻസ്. ഇത് വരികയാണ്. അപ്പോൾ ഷൗക്കത്തിന്റെ പേര് കണ്ടു, അൻവറിന്റെ പേര് കണ്ടു, സ്വരാജിന്റെ പേര് കണ്ടു. കൂടുതൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. ഏകപക്ഷീയമല്ല നിലമ്പൂരിൻ്റെ മത്സരം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ ഈ അങ്ങാടിയിൽ 4 തവണ നടന്നപ്പോൾ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. വളരെ വളരെ ശക്തമായ ഒരു മത്സരം നിലമ്പൂരിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. രാവിലെ മുതൽ ഇന്ന് നിലമ്പൂരിൽ ഓട്ടത്തിലായിരുന്നു. ഈ ഓട്ടപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് നിഗമനത്തിലേക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എത്തുക
എന്നുള്ളത് ഒരു ക്രൂഷ്യൽ പോയിന്റാണ്. ഇപ്പോൾ രാത്രിയായി എന്നോടൊപ്പം ശ്രീ ഫമി റഹ്മാനി ഉണ്ട്, മാതൃഭൂമി ദിനപത്രത്തിൻ്റെ മലപ്പുറം പ്രതിനിധിയാണ്. ഫമി, ഞാൻ ഇന്നിപ്പോൾ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റായി ഉന്നയിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി വിഷയം എത്രമാത്രം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാധ്യമങ്ങൾ വലിയ ചർച്ചയാവുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ട്. UDF-നെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചത് സമസ്തയിലെ ഒരു വിഭാഗം നിശിതമായി വിമർശിക്കുന്നുണ്ട്. AP വിഭാഗം, കാന്തപുരം വിഭാഗം സുന്നികൾ അതിനെ എതിർക്കുന്നുണ്ട്. എന്തിനേറെ കാത്തലിക് കോൺഗ്രസ് അടക്കം വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും മണ്ഡലത്തിൽ UDF-നെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്കറിയാം മുമ്പ് CPM ജമാഅത്ത് ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയോടും എന്ത് സമീപനമാണ് സ്വീകരിച്ചെന്നുള്ളത്. നമുക്കറിയാം മലപ്പുറത്തെ തൊട്ടുപുറത്തുള്ള കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ CPM-ൻ്റെ ആൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ആളും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അറിയുന്ന മലപ്പുറത്തെ പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ അത് കാര്യമായി എടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പം മുസ്ലിം ലീഗ് UDF-ലും അല്ലെങ്കിൽ UDF സംവിധാനത്തിന്റെ ഭാഗവുമായി നിൽക്കുന്നു. മറുവശത്ത് പലപ്പോഴും ടാക്ടിക്കലായി ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒക്കെ LDF-നെ പിന്തുണച്ചിട്ടുണ്ട്. പരമ്പരാഗത സുന്നികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പുത്തൻവാദികളാണ്, അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒരു സംഗതി മുസ്ലിം ലീഗിനെ അടക്കം പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത സ്ട്രാറ്റജി എത്രമാത്രം വിജയിക്കുന്നതാണ് എന്റെ ചോദ്യം. ഇത് വെൽഫെയർ പാർട്ടി എന്ന സംഘടന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി UDF-നെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിൽ സഖ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് അതിപ്പം പ്രതിപക്ഷ നേതാവ് ED സതീശനടക്കം പലപ്പോഴും പറയുന്നുണ്ട്. അവർ ഒരു ചില വിഷയങ്ങളുടെ പേരിൽ പിന്തുണക്കുന്നു, ആ പിന്തുണ നമ്മൾ സ്വീകരിക്കുന്നു എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയമായ കൂട്ടുകെട്ടോ ഒരു സംവിധാനമോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഷൗക്കത്തിനോട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ മറക്കൂ, സംഘടനാപരമായ വിയോജിപ്പുകൾ മറക്കൂ, അല്ലെങ്കിൽ പ്രാസ്ഥാനികമായ വിയോജിപ്പുകൾ മറക്കൂ. ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണ്, നമുക്ക് ജയിക്കണം എന്ന മട്ടിലുള്ള ഒരു വർക്ക് ലീഗിന്റെ ഭാഗത്തുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അതാണ് സംഭവിക്കുന്നത്. അത് ദേശീയ നേതാക്കൾ വരെ ക്യാമ്പ് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ CK സുബൈർ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ചുങ്കത്തറ പഞ്ചായത്തിൽ 5 ബൂത്തുകളുടെ ചുമതല കൊടുത്തിരിക്കുക. കോഴിക്കോടുകാരനായ അദ്ദേഹം അവിടെ താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇതിനൊരു പൊതു തെരഞ്ഞെടുപ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മുസ്ലിം ലീഗ് കാണുന്നു എന്നുള്ളതാണ് ഇതിലൊരു ചേഞ്ച്. ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവര് സ്വരാജിന്റെയും ഷൗക്കത്തിന്റെയും പേര് പറയുന്നത് പോലെ കുറച്ചു പേരെങ്കിലും അൻവറിന്റെ പേരും പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അൻവർ പിടിക്കുന്ന വോട്ടുകൾ തീരെ കുറഞ്ഞു പോകില്ല എന്നാണോ? അൻവർ 30,000-ന്റെ മുകളിൽ വോട്ട് പിടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അൻവർ 2ാം സ്ഥാനത്തെങ്കിലും എത്തി LDF-ന് പിണറായി സത്യത്തിന് ഒരു മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2020 ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുന്നത് പോലെ, ഞാനിന്ന് സ്വരാജിനോട് ചോദിച്ചത് അവസാനത്തെ ഓവറിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവസാനത്തെ പന്തിൽ മാത്രം ഫലം വരുന്ന ഒരു മത്സരമായിരിക്കും ഇവിടെ. ശ്രീ അഭിലാഷ്, ഇതിൽ സസ്പെൻസ് ആണ് മുഖ്യം. യെസ്, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നവരെ ആ സസ്പെൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും ആ സസ്പെൻസിനെ നമുക്കും കാത്തിരിക്കാം. ഒരല്പം കേക്കും കഴിച്ച് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നാളെയും നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.